നാട്ടുകാരെ മനുഷ്യരെങ്ങനെ ജീവിക്കണം? മയിലിന്റെ പ്രശ്നം കൃഷി ചെയ്യാൻ സമ്മതിക്കത്തില്ല. കുരങ്ങാണെങ്കിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആന നാട്ടിലിറങ്ങി വാഴയല്ല. നിങ്ങൾ കാണണം, നിങ്ങൾ പോയില്ലേ ആ കുളത്തൂർന്ന പ്രദേശത്ത് കൃഷി ചെയ്ത കൃഷിക്കാരന്റെ വേദന? അവൻ കുഞ്ഞുങ്ങളെ പോറ്റുന്ന പോലല്ലേ കൃഷിക്കാരൻ കുഞ്ഞുങ്ങളെ പോറ്റുന്ന പോലെയാണ് കൃഷി നടത്തുന്നത്. അവൻ രാവിലെ പോയി വാഴ വളരുന്നു എന്ന് നോക്കുന്നു. അങ്ങനെ അവന്റെ കൃഷിയെല്ലാം വളരുന്നുവെന്ന് അവൻ എത്ര വാത്സല്യത്തോടാണ് കൃഷിയെ കാണുന്നത്. അതല്ല, ഒരു ദിവസം ആന ഇറങ്ങി നശിപ്പിച്ച് കളയുക, പന്നികളെല്ലാം നശിപ്പിച്ച് കളയുക. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും? വീട്ടിന്റെ മുറ്റത്ത് കഥ തുറന്ന മുറ്റത്ത് ആന നിൽക്കുക. എന്തൊരവസ്ഥയാണ് ഈ നാട്! വല്ലാത്തൊരവസ്ഥയല്ലേ ഇത്? ഇതിന് പരിഹാരം ഉണ്ടായല്ലോ വലിയ പറ്റുള്ളൂ. അതിൽ എം എൽ എ എന്താ ചെയ്ത്? അവിടെ ആന കത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഫോറസ്റ്റുകാർ അറിഞ്ഞില്ല. അവരുടെ ജോലി എന്താ? എന്നിട്ടെന്താ, 4-5 ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് 6-7 ബംഗാളികളെ പിടിച്ചോണ്ട് പോകും. പാവപ്പെട്ടവരല്ലേ? അതിൽ ഒരാളുടെ ഭാര്യ ഗർഭിണിയാണ്, തമിഴ്നാട്ടുകാരൻ. പിടിച്ചോണ്ട് പോയി അവനെ അടിച്ചു. അതിന് പോലീസ് കേസെടുക്കണം. വളരെ വ്യക്തമായിട്ട് ഫോറസ്റ്റുകാരുടെ പേരിൽ ആ പാവം പിടിച്ച തൊഴിലാളിയെ കൊണ്ടുപോയി മർദ്ദിച്ചതിന് കേസെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടി വരും. ഫോറസ്റ്റുകാർക്ക് നാട്ടില് അവർക്ക് മരത്തിന്റെ അകത്തുള്ള നിയമങ്ങളേ ഉള്ളൂ. നാട്ടിൽ പോലീസാ നോക്കേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധമില്ല. അതാണ് പ്രശ്നം. പോലീസ് അതേപോലെ പോട്ടെ, നാട്ടിലാ പോലീസ് സ്റ്റേഷൻ, നാട്ടുകാരും ജനങ്ങളും ഒക്കെ ഇടപെടും. ഇതെന്താന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ടൊരു ബന്ധവുമില്ല ഇവർക്ക് ആകെ ഉള്ള ഈ കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള ഫലമായി നമ്മളിപ്പം ആരുടെ കൂടെയാണോ താമസിക്കുന്നത് അവരുടെ സ്വഭാവം നമുക്കുണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിന് ഇവർക്ക് ഈ കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വഭാവം തന്നെ മൃഗങ്ങളുടെ പോത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ വാർഡുകളിലും പന്നികളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധന സേന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. നാട്ടുകാര് പഞ്ചായത്തിൽ ചേർന്ന് പന്നിയെ വെടിവെച്ച് വന്നാൽ പിന്നെ അവിടെ എന്തിനാ പോലീസ് ഫോറസ്റ്റുകാർ തിരക്കി പോകുന്നത്? ഇതെല്ലാം ഫോറസ്റ്റുകാരുടെ ജോലിയല്ലേ? പന്നി നാട്ടിലാ എവിടെ എന്താ? ആലപ്പുഴ ജില്ലയിൽ പന്നി ഇറങ്ങിയിരിക്കുന്നു. ആലപ്പുഴയിൽ തിരുവല്ലയിൽ ചെന്നപ്പോ എന്താ നിരണം ആലപ്പുഴയോട് ചേർന്ന് കിടക്കുക, അവിടെയും പന്നിയാണ്. എങ്ങനെ കൃഷി ചെയ്യാൻ കഴിയില്ല? ഇവരെല്ലാം എല്ലാരും ഭക്ഷണം കഴിക്കണമെങ്കിലേ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ ഓർക്കണം ഇത് കൃഷിക്കാരൻ ഉത്പാദിപ്പിക്കുന്നതാണ്. മാധ്യമക്കാരോട് ഓർക്കണം രാവിലെ ഭക്ഷണമൊക്കെ റെഡിയാക്കി അമ്മയൊക്കെ കൊണ്ട് തരുമ്പോഴേ ഭാര്യയൊക്കെ തരുമ്പോൾ ഇത് പാവപ്പെട്ട കൃഷിക്കാരൻ കൃഷി ചെയ്യുന്ന നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ കൃഷിക്കാരാണ് നമ്മളെന്താ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ എന്താ കൃഷിക്കാരനെ നമ്മൾ ദൈവമായി കാണണമെന്നാണ്. അവനാണ് ഗുരുപോലും പറഞ്ഞെന്താ? അന്ന വസ്ത്രാദി മുട്ടാതെ തന്ന് ഞങ്ങളെ ധന്യമാക്കുന്നു, നീ തന്നെ ഞങ്ങൾക്ക് തമ്പുരാനെന്നാണ് ഗുരു പറഞ്ഞത്. അതിനെ വേറെ രീതിയിലാണ് പറഞ്ഞു നടക്കുന്നത്. അന്ന വസ്ത്രാദി മുട്ടാതെ തന്ന് ഞങ്ങളെ ധന്യരാക്കുന്നു, നീ തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് വെച്ചാൽ കൃഷിക്കാരനാണ്. അന്നം ഉണ്ടാക്കുന്ന ആരാ? തൊഴിലാളിയാണ്. ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി വേദന കാണാതെ നാടിന് പോകാൻ കഴിയുമോ? അവരുടെ കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന് സ്വൈരമായി നടക്കാൻ കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിയുമോ? ഇപ്പൊ കുളത്തുപെണ്ണ അംഗനവാടിയിലേക്ക് ആരും പോകുന്നില്ല, കുഞ്ഞുങ്ങളാരും വിടുന്നില്ല. അവിടെ ഇന്നലെ പുലി ഇറങ്ങിയെന്നാ പറഞ്ഞു. പുലി ഇറങ്ങി, പുലിയുടെ ശല്യം ഉണ്ടാവും. ഇന്നലെ തന്നെ കടുവ ഒരാളെ കൊന്നല്ലോ. ഇതെല്ലാം സഹിക്കണമെന്നാണ് പറയുന്നത്.